वक्रतुण्डमहाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव കുരു പാഞ്ചാല രാജ്യങ്ങൾക്കടുത്ത് ഹസ്തിനപുരം എന്ന അതിപ്രശസ്തമായ നഗരം സ്വാഭാവികമായി ഉണ്ടായിരുന്നതല്ല, പണിതുയർത്തിയ നഗരമാണ്. അത് പണിത് ഉയർത്തിയ കാലം മുതൽ അവിടെ തിരക്കോട് തിരക്കായിരുന്നു. ആ നഗരം നിർമ്മിച്ച രാജാവിൻ്റെ പേരാണ് ഹസ്തി. അങ്ങനെയാണ് ഹസ്തിനപുരം വരുന്നത്. അങ്ങനെയാണ് ഹസ്തിനപുരം എന്നുള്ള പേര് വരുന്നത്. അപ്പോൾ ഹസ്തിയുടെ പുരം എന്ന അർത്ഥത്തിലാണ് ഹസ്തിനപുരം എന്നതിന് പേര് വരുന്നത്. അതിനുശേഷം അവിടെ തിരക്കൊഴിഞ്ഞിട്ടേയില്ല. പലതരത്തിലുള്ള ഉപജാപങ്ങളും ഭാരതവർഷത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വരുന്ന രാജാക്കന്മാരും ഉപദേഷ്ടാക്കളും മന്ത്രിമാരും രാജപുരുഷന്മാരും കൊണ്ട് എല്ലായിടത്തും നിറഞ്ഞ, അതായത് വിദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് താമസിക്കാനുള്ള മന്ദിരങ്ങൾ അവിടെ ഉള്ളതുപോലെ മറ്റ് ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ തിരക്കോട് തിരക്കായിരുന്ന ഹസ്തിനപുരിയിലാണ് യുദ്ധാനന്തരം വളരെ ഏകാന്തമായ, നിശബ്ദമായ, മൂകമായ, ദുഃഖപൂർണമായ തൻ്റെ മുറിയിൽ മൂർത്തിമത്തായ ദുഃഖം പോലെ വൃദ്ധനായ ധൃതരാഷ്ട്ര മഹാരാജാവ് ഇരുന്നത്. ഒരു മന്ദമാരുതൻ പോലും അവിടെ വീശുന്നുണ്ടായിരുന്നില്ല. കൊട്ടാരത്തിൽ ഇവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കി കഴിഞ്ഞാൽ ജോലിക്കാരുടെ ജോലി തീർന്നു. അപ്പോൾ അവരും എവിടെയെങ്കിലും പോയി കിടക്കുക, അല്ലെങ്കിൽ വിശ്രമിക്കുക. പിന്നെ കുന്തിയും ഗാന്ധാരി, പിന്നെ സുഭദ്ര, ഉത്തര, പാഞ്ചാലി, അവരുടെ തോഴിമാർ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അകത്തെ വേലക്കാർ, പാണ്ഡവന്മാർ. നഗരം ശൂന്യമായി, കൊട്ടാരം ശൂന്യമായി. മറ്റേത് കൊട്ടാരത്തിൽ സ്ഥലം പോരാതിരുന്നിട്ട് വേറെ കൊട്ടാരം പണിയണം എന്നുള്ള ആഗ്രഹം ഇതിലിരുന്നിരുന്നതാണ്. ആ കൊട്ടാരമാണ് ഈ ശൂന്യമായിട്ട് കിടക്കുന്നത്. കഥാപാത്രങ്ങളും കുറഞ്ഞു. അത് കുറഞ്ഞ് ഒടുവിൽ ഹസ്തിനപുരിയിൽ പിന്നെ ആര് മാത്രമായി? പാണ്ഡവന്മാർ മാത്രമായി, അവരുടെ പത്നിമാരും. ധൃതരാഷ്ട്രരും കുന്തിയും ഗാന്ധാരിയും അവിടെ നിന്ന് യമുനാതീരത്ത് പോയി സ്വയം സൃഷ്ടിച്ച് വ്യാപിപ്പിച്ച തീയിൽ വെന്തു മരിച്ചു. പിന്നെ നോക്കുമ്പോൾ ആര് മാത്രമേ ഉള്ളൂ? പാണ്ഡവന്മാർ. ഈ പാണ്ഡവർ ഒരു രാജ്യഭരണത്തിൽ ഏർപ്പെടുമ്പോൾ അവർ പുതുതായി സൃഷ്ടിച്ച രാജ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ രാജഭരണത്തെക്കുറിച്ചോ ഒരു വിവരണമില്ലേ? അവരുടെ രാജ്യഭരണം വ്യാസന്റെ ഒരു ലക്ഷ്യമായിരുന്നില്ലേ? അല്ല, അതിനെക്കുറിച്ച് ഒക്കെ പരാമർശങ്ങളുണ്ട് നേരത്തെ തന്നെ. ഒരു സാമ്രാജ്യം പിന്നെ പുതുതായിട്ട് സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. സാമന്ത രാജാക്കന്മാരുൾപ്പെടെ എല്ലാവരും മരണപ്പെട്ടു. അതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുകയും അതെല്ലാം പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനൊന്നും ഒരു തരത്തിലുള്ള കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അതെല്ലാം അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഈ കഥയെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ഈ ബൃഹത് കഥയെ ഏകധാരമായ ഒരു കഥയാക്കി കൊണ്ടുവരുന്നത് എന്നതിലെ ആ ഏകധാരമാക്കുന്നതിൻ്റെ വേണിയാക്കുന്നതിലെ കലാത്മകതയെക്കുറിച്ചാണ് നാം അന്വേഷിക്കുന്നത്. അവിടെ വരുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള മനസ്സിലാവായികയില്ല. ഇതേത് കഥാപാത്രം എന്നുള്ള തോന്നലില്ല. കഥാപാത്രത്തിൻ്റെ പേര് മറന്നുപോയല്ലോ, ഇതൊന്നുമില്ല. എല്ലാ കഥാപാത്രങ്ങളുടെയും പേര് നമ്മുടെ ഓർമ്മയിലുണ്ട്. അവരുടെ ഭാര്യമാരുടെ പേര് നമ്മുടെ ഓർമ്മയിലുണ്ട്. ഒരു കുഴപ്പമില്ല. അപ്പോൾ ഓർത്തു വയ്ക്കത്തക്ക വിധത്തിലുള്ള ഏറ്റവും ചെറിയ ഒരു കഥയായി അത് ആശ്രമവാസിക പർവ്വത്തിലെ ദയനീയമായ
സ്വഹത്യയിൽ വന്ന് അവസാനിക്കുകയാണ്. പിന്നെ ധർമ്മപുത്രനും ഭീമനും അർജുനനും നകുല സഹദേവന്മാരും മാത്രമേ ഉള്ളൂ ഈ കഥയിൽ. ഈ കഥയുടെ തുടക്കത്തിലും അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശതശൃംഗത്തിൽ നിന്ന് അതെ, മുനിമാരവിടെ വരുമ്പോൾ ഇനി കുന്തി ഇവിടെ താമസിക്കുന്നത് ശരിയല്ല, കുന്തി ഹസ്തിനപുരിയിലേക്ക് പോയി ധൃതരാഷ്ട്രരോടും അതുപോലെ ഭീഷ്മരോടും കാര്യങ്ങൾ നിവേദിപ്പിക്കണം എന്ന് പറഞ്ഞ് ഋഷികളാണ് അവരെ ശതശൃംഗത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നത്. ആ പാണ്ഡവന്മാർ വരുന്നതോടുകൂടിയാണ് ഹസ്തിനപുരിയിൽ അന്യോന്യമുള്ള സ്പർദ്ധകൾ ഇളകുന്നതും വർദ്ധിക്കുന്നു. അപ്പോൾ പാണ്ഡവന്മാരിൽ നിന്ന് ആരംഭിച്ച അപ്പോഴിതൊരു ബൃഹത് കഥയാണ്. കാരണം ഭീഷ്മരുടെ പ്രതാപം കൊണ്ട് സഹിക്കാൻ വയ്യാതെ ആളുകൾ ജീവിക്കുന്ന നഗരമാണ് ഈ ഹസ്തിനപുരം. ഭീഷ്മരാണ് രാജ്യം ഭരിക്കുന്നത്, ഇയാളവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളായിരുന്നത് ധൃതരാഷ്ട്രം. അപ്പോൾ ഭീഷ്മരുടെ പ്രതാപത്തിൽ കത്തിജ്വലിച്ച് വാടിക്കുഴഞ്ഞു നിൽക്കുന്ന ഹസ്തിനപുരത്തിലേക്കാണ് ഈ 5 പയ്യന്മാരെയും കൊണ്ട് അവരുടെ അമ്മ വരുന്നത്. തെളിവ് ചോദിച്ചാൽ തെളിവൊന്നുമില്ല. കാരണം ഇവർ രണ്ടിനും കൂടിയാണ് ഇവിടുന്ന് പോയതെന്ന് മാത്രമേ തെളിവുള്ളൂ. പാണ്ഡുവും കുന്തിയും കൂടിയാണ് പോയത്. വന്നിരിക്കുന്നത് കുന്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് കുന്തിയുടെ മക്കളാണെന്നും എല്ലാവർക്കും അറിയാം. അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഇത് കുന്തിയുടെ മക്കളാണെന്നും എല്ലാവർക്കും അറിയാം. ഈ വിവാഹത്തിൽ മുൻകൈ എടുത്തത് ഭീഷ്മരായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാൻ വന്നത് കുന്തിയാണ്. മാദ്രിയുടെ വിവാഹത്തിൽ വിവാഹം കഴിക്കാൻ പാണ്ഡുവിനെ പ്രേരിപ്പിച്ചതും ഇതേ ഭീഷ്മർ തന്നെയായിരുന്നു. അതുകൊണ്ടത് മാദ്രിയുടെ മക്കളാണെന്നും ഭീഷ്മർക്കറിയാം. എങ്കിലും അതൊന്നും അറിഞ്ഞതായി ഭാവിക്കാതെയാണ് അദ്ദേഹം അവരെ അവിടെ സ്വീകരിക്കുന്നത്. ജനങ്ങൾ ഇളകിയത് കൊണ്ടാണ് അവരെ സ്വീകരിച്ചത്, അല്ലാതെ സ്വമേധയാ സ്വീകരിച്ചതല്ല. അങ്ങനെ സ്വീകരിച്ച് അവരെ അവിടുത്തെ അംഗങ്ങളെപ്പോലെ കരുതി അവരവിടെ വളർന്നു വരികയായിരുന്നു. പിന്നെ പാണ്ഡുവിനോട് എല്ലാവർക്കും സ്നേഹമായിരുന്നു അല്ലേ? പാണ്ഡുവിൻ്റെ മക്കൾ എന്നുള്ള ഒരു കൺസിഡറേഷൻ ആയിരുന്നു. അതൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ആരംഭിക്കുന്ന വളരെ വിഭ്രമാത്മകമായ കഥാസന്ധികളിലും പ്രതിസന്ധികളിലും സംഘർഷങ്ങളിലും കൂടെ അനേകം സംഭവ പരമ്പരകളിലൂടെ ഈ കഥ കടന്നു വന്ന് വീണ്ടും അതേ 5 പേരിൽ വന്ന് അവസാനിച്ച് ഇനി കഥ എങ്ങോട്ട് ഒഴുകണം എന്ന് വ്യാസനോട് അനുവാദം ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ്. അങ്ങനെ ഇരിക്കെയാണ് ഈ മൗസല പർവ്വത്തിലെ ചെറിയ കഥ. വളരെ പിന്നീട് വരുന്നതെല്ലാം വളരെ ചെറിയ പർവ്വങ്ങളാണ്. വേണമെങ്കിൽ അത് വ്യാസൻ എഴുതിയതല്ല എന്ന് പറയാം. അങ്ങനെ ചെറിയ പരിപാടി പുള്ളിക്കില്ലല്ലോ. അതുകൊണ്ട് അത് വ്യാസൻ എഴുതിയതാണോ, പിന്നെ അത്യന്തം ലളിതവും. അപ്പോൾ വ്യാസൻ എഴുതിയതാണോ എന്ന് സംശയിക്കത്തക്ക വിധത്തിൽ ഉള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയോ ആ തത്വചിന്തയ്ക്ക് അനുസരിച്ച തരത്തിലുള്ള കഥാപാത്രങ്ങളുടെ നിരങ്കുശത്വമോ ഒന്നും അവിടെ നാം കാണുന്നില്ല. എല്ലാവരും പരമശാന്തരാണ്. അപ്പോഴാണ് ദാരുകൻ വന്നിട്ട് ദ്വാരകയ്ക്ക് സംഭവിച്ച വിപത്ത് പറയുന്നു. അർജുനൻ തേരിൽ പോയി താൻ അതിന് പരിഹാരം ചെയ്യാൻ ശക്തനല്ല, തൻ്റെ ഗാണ്ഡീവവും ഈ അമ്പൊഴിയാത്ത ആവനാഴിയും കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം വലിയ ദുഃഖത്തോടുകൂടി തിരിച്ചു പോരുന്നു. വലിയ ഊറ്റമായിരുന്നു അദ്ദേഹത്തിന്. ഞാൻ ലോകൈക ധനുർധരൻ, സ്വർഗത്തിൽ പോയി അവിടുത്തെ പൗലോമന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച ലോകത്തിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വില്ലാളി വീരൻ, ധനുർവേദ വിദഗ്ധൻ. അതിൻ്റെ പ്രയോഗസംഹാരങ്ങളോടുകൂടി ധനുർവേദം പഠിച്ച് അത് പ്രയോഗിക്കുന്നതിൽ ഏറ്റവും സമുജ്വലൻ എന്ന് കരുതിയിരുന്ന അർജുനന് അദ്ദേഹത്തിൻ്റെ വില്ല് അനക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ
മനുഷ്യൻ്റെ പ്രതാപങ്ങളെല്ലാം വന്ന് അസ്തമിച്ച് അവരുടെ 1000 തലകൾ എല്ലാം ചുരുങ്ങി ഒറ്റമുഖന്മാരും ഒറ്റത്തലയന്മാരുമായിട്ട് ഇവർ മാറി. അവരൊരാൾ പോകുമ്പോൾ ഒരു വലിയ കൂട്ടം പോകുന്നത് പോലെയാണ് ആളുകൾ കണ്ടിരുന്നത്, പോകുന്നവരാണെങ്കിൽ തന്നെ. അവർ വന്ന് അവരിലേക്ക് ചുരുങ്ങി അവരുടെ പ്രജകളെക്കാളും അവർ ചെറുതായി. അത് മനസ്സിലാക്കിയിട്ടാണ് ധർമ്മപുത്രർ പറഞ്ഞത്, എൻ്റെ കൂടെ പോരാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എൻ്റെ കൂടെ വരാം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ വഴി നോക്കാം. ഇതാണ് അവരുടെ വഴി നോക്കാം എന്ന് തെളിച്ച് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതാണ്. പിന്നെ അദ്ദേഹത്തിന് തന്നെ അതിൽ സംശയം ഉണ്ടായിരുന്നു, ചിലരൊക്കെ കൊട്ടാരം വിട്ടു പോരുമോ എന്നുള്ളത്. ആ പാണ്ഡവന്മാരുടെ അവസാനത്തിൻ്റെ ആരംഭത്തിലെ ഒരു ആശ്രയമായിട്ട്, പാണ്ഡവന്മാർക്ക് ഒരു ആശ്രയമായിട്ട് വന്നത് വൈശസ്ത്രീയിൽ ധൃതരാഷ്ട്രക്കുണ്ടായ പുത്രൻ യുയുത്സുവാണ്. ഇപ്പോൾ തൽക്കാലം യുയുത്സു രാജ്യകാര്യങ്ങൾ നോക്കും. പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് പരീക്ഷിത്ത് ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും അവസാനത്തെ ഇനി മടങ്ങിവരവ് ഇല്ലാത്ത വിധത്തിലുള്ള ഒരു പതനത്തിലേക്ക് പാണ്ഡവന്മാർ ചെന്ന് പതിക്കുന്നത്. സാർ, ഈ യുധിഷ്ഠിരൻ 36 വർഷം രാജ്യം ഭരിച്ചു അല്ലേ, യുദ്ധത്തിന് ശേഷം അല്ലേ? അതിൻ്റെ അന്ത്യമാണിത്. അതിൻ്റെ അന്ത്യമാണ് ഇവിടെ കാണുന്നത്. അവിടെ നിന്ന് അദ്ദേഹം ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പിന്നാലെ ഭീമനും അർജുനനും നകുലനും സഹദേവനും പിന്നെ പാഞ്ചാലിയും ഇറങ്ങി. മറ്റുള്ളവരും ഇറങ്ങിയിട്ടുണ്ടാവും. അതവിടെ പ്രത്യേകിച്ചെടുത്ത് വർണ്ണിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് വർണ്ണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെയുള്ള ഒരു ബൃഹത് കഥ രചിക്കപ്പെട്ട രാജ്യത്തെ കഥാരചനാ സമ്പ്രദായത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കഥന രീതിയല്ല ഈ മഹാപ്രസ്ഥാനം എന്നൊരു രീതിയില്ല ഒരിടത്തും. അതിന് അങ്ങനെ ഒരു പ്രാധാന്യവുമില്ല. രാജാക്കന്മാരാണെങ്കിൽ അനന്തര തലമുറ ഭരിക്കും, അപ്പോഴേക്കും അതിൻ്റെ മുൻ തലമുറ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുക. അവർ രോഗം വന്ന് മരിക്കുകയോ ഇങ്ങനെ കൂട്ടത്തോടെ പോകുന്ന ഒരിടത്തും അങ്ങനെ ഒരു കഥ ലോകത്തിലെങ്ങും രചിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് രാമായണത്തിലും അത് കാണാൻ സാധ്യമല്ല. ഈ മഹാപ്രസ്ഥാനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്കും അതൊരു വനവാസമൊന്നുമല്ല. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അന്തിമമായ പോക്ക് എന്ന അർത്ഥമുള്ളൂ. യാത്രയല്ല, യാത്രയിൽ മടങ്ങി വരാം. യാത്ര എന്ന് പറയാനൊക്കില്ല. ഇത് പരമമായ ഗതി, അത് സൽഗതിയോ ദുർഗതിയോ അത് നിശ്ചയമില്ല. അങ്ങനെ പോവുക, നടക്കുക, നിൽക്കുക, സ്ഥാപിക്കുക എന്നതിൽ നിന്നാണ് സ്ഥാ എന്നാണ് അതിൻ്റെ ധാതു. പ്രകർഷേണ സ്ഥാപിക്കുക എന്ന അർത്ഥത്തിലാണ് അത്. അതിൽ നിന്ന് ഒരുപാട് വാക്കുണ്ട്. നമ്മുടെ സ്ഥാപനം, പ്രസ്ഥാനം, ഇതൊക്കെ അതിൽ നിന്നുണ്ടാകുന്ന വാക്കുകളാണ്. സ്ഥാപനം, പിന്നെ സ്ഥാവരം അതിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ റൂട്ടിന് വ്യാപ്തി വരുമ്പോൾ അതും പറയാം എന്ന് മാത്രമേ ഉള്ളൂ. സ്ഥാപനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അതിൽ നിന്ന് ഉണ്ടാകുന്നത്. സ്ഥിതി ചെയ്യുന്നത്, അന്തസ്ഥം, അതിൽ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള വാക്ക്, സ്ഥിതി എന്നുള്ള വാക്ക്, ഇതെല്ലാം ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഉപസ്ഥിതി, സ്ഥിതി, അങ്ങനെ അനേകം വാക്കുകൾ അതിൽ നിന്നുണ്ടാകും. ഉപസ്ഥാനം
ഉപ എന്നുള്ള വിസർഗം ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഉപസ്ഥാനം. ഈ മഹാ വന്നത് മഹായുദ്ധം, മഹാപ്രസ്ഥാനം അല്ലേ? അങ്ങനെ വന്നതാണ്. മെഗ എന്നുള്ള, അല്ലെങ്കിൽ സംസ്കൃതത്തിലെ മഹായാണ് ഗ്രീക്ക് മെഗ ആയിട്ടിരിക്കുന്നത്. മെഗ എന്ന് വെച്ചാൽ മഹാ എന്ന് തന്നെ അർത്ഥമുള്ളൂ. ഈ പ്രഖ്യാപനത്തോടുകൂടി എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ, ധർമ്മപുത്രരുടെ പിന്നാലെ ചാടിയിറങ്ങി സഞ്ചാരവും ആരംഭിച്ചു. അങ്ങനെ നോക്കുമ്പോഴാണ് വളരെ കൗതുകത്തോടുകൂടി, അല്ല ഈ പ്രസ്ഥാനം ചെയ്യുമ്പോൾ ചില നിയമങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ യുധിഷ്ഠിരനെ? ഈ ഇടയ്ക്ക് ആരെങ്കിലും തളർന്നു പോയാൽ തിരിഞ്ഞു നോക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അല്ല, അതാത് സമയത്ത് ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് ഒരു തരത്തിലുമുള്ള ചലനങ്ങളോ സംസാരങ്ങളോ പാടില്ല എന്നുള്ളതാണ്. മുന്നോട്ട് നടക്കുക എല്ലാവരും, അത്രേ ഉള്ളൂ. അപ്പോഴാണ് അദ്ദേഹം പ്രതീക്ഷിക്കാത്ത ഒരു പാണ്ഡവൻ, ആറാമത്തെ പാണ്ഡവൻ, ഒരു ശുനകൻ, വാലുള്ള പാണ്ഡവൻ, ഒരു ശുനകൻ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം നടക്കുന്നു. അപ്പോൾ അത് വളരെ കൗതുകമായിട്ട് തോന്നി ധർമ്മപുത്രർക്ക്. പക്ഷെ ഒരു കൗതുകത്തിനപ്പുറം മറ്റെന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാനുണ്ടോ? ഒരു നായ മഹാപ്രസ്ഥാന അത് അവസാനം തെളിയുന്നുണ്ടോ എന്നുള്ളതൊന്ന്. പിന്നെ ഈ നായ ഇല്ലാതെ എവിടെയാണ് മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമായിട്ടുള്ളത്? ചിലരെ വളർത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വളർത്താത്തവർക്കും ഇവൻ്റെ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടും. പട്ടിയുടെ പരിപാടി മനുഷ്യനോട് കൂറുള്ള ഒരു ജന്തു എന്ന അർത്ഥത്തിൽ. പിന്നെ പല കാര്യങ്ങൾക്കും ട്രെയിൻ ചെയ്യിച്ച് ഉപയോഗിക്കാം നായെ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുകയും അടുത്താൽ പിന്നെ വിട്ടുപിരിയാതിരിക്കുകയും ചെയ്യുന്ന, ജീവൻ പോലും തിരിച്ച് മനുഷ്യനെ സംരക്ഷിക്കും. ഇപ്പോൾ ഈ മുന്നണി ഉണ്ടാക്കുമ്പോൾ മുന്നണി നേതാവായിട്ട് ഇവൻ വരികയാണെങ്കിൽ ഇവനെ വിശ്വസിക്കാം. പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. അല്ലാതെ വേറെ ഒരു കുസൃതികളും നന്ദികേട് കാണിക്കില്ല, പുള്ളിയുടെ കയ്യിൽ നിന്ന് ഉണ്ടാകില്ല. അപ്പോഴാണ് ധർമ്മപുത്രർ ഇങ്ങനെ ഇടതുവശത്തേക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ വളരെ ഉത്സാഹത്തോടെ നടന്നു വരികയാണ് ഈ നായയുടെ യാത്ര. ഇപ്പോൾ ഗ്രീക്ക് മിഥോളജിയിൽ പല കഥകളിലും നായ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ വലിയ പ്രാധാന്യമാണ് ഈ കഥയ്ക്ക് അവിചാരിതമായി ഈ സമയത്ത് സംഭവിക്കുന്നത്. അതിന് പിന്നീട് ദിവ്യമായ ഒരു പരിവേഷം വ്യാസൻ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും കഥ നായുടേതാണല്ലോ. ഒരു നായയെ സ്വർഗത്ത് നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് ഒരു ദേവൻ. ഗ്രീക്ക് സ്വർഗത്തിലും ഉണ്ട് നായകളുണ്ട്. പിന്നെ ഇതിൻ്റെ അവിടുത്തെ പിന്നെ പ്ലൂട്ടോവിൻ്റെ, അതായത് നരകത്തിൻ്റെ വാതിലിൽ കിടക്കുന്നത് വലിയൊരു നായയാണ്. 1000 കണ്ണുള്ള നായാണ്. ആരെങ്കിലും സൂത്രത്തിൽ അവിടെ ചെന്ന് കയറരുത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ ഉറങ്ങുകയില്ല. അവൻ്റെ ചുറ്റിനും കണ്ണാണ്. ഉറങ്ങുമ്പോൾ ചില കണ്ണുകൾ മാത്രമേ അടയൂ, ബാക്കി കണ്ണുകളെല്ലാം തുറന്നാണിരിക്കുന്നത്. അപ്പോൾ ആര് വന്നാലും അങ്ങനെയുള്ള ആ നായയെ വെട്ടിച്ചിട്ടാണ് ഓർഫ്യൂസ് തേടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം അവിടെ നിന്ന് രാഗം ആലപിച്ച് ഇവന് ഉറക്കുകളയും. അപ്പോൾ ഇങ്ങനെ തുറന്നിരുന്ന കണ്ണുകൾ ഓരോന്നോരോന്നായിട്ട് അടഞ്ഞ് പാട്ട് കേട്ട് എല്ലാ കണ്ണും അടഞ്ഞു പോയി, ഉറങ്ങിപ്പോയി. ഗാനരസികനാണ്. നമ്മുടെ ചെറുകഥകളിലുമൊക്കെ നായെ കഥാപാത്രമാക്കി അത് എല്ലാ ഭാഷയിലും ഉണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഇവരുടെ പാഞ്ചാലിയുടെ പതനം. സാർ, ഈ പിന്നെ ധർമ്മപുത്രരുടെ പുറകിലായിട്ടല്ലേ പാഞ്ചാലി നടക്കേണ്ടിയിരുന്നത്? ഇത് ഏറ്റവും അവസാനം പാഞ്ചാലി നടത്തിയത് എന്തുകൊണ്ട്? അത് ചിലപ്പോൾ ഇറങ്ങി നടന്നതിന്റെ ഒരു ശൈലി അനുസരിച്ച് അങ്ങനെ നടന്നു. എന്നാലും സ്ത്രീ അവിടെ മമതാബന്ധമൊന്നുമില്ലല്ലോ, ഭർത്താക്കന്മാർക്ക് ശേഷം എന്നുള്ളതാണ്. അല്ലാണ്ട് ധർമ്മപുത്ര മാത്രം ഭാര്യ അല്ലല്ലോ.
ധർമ്മപുത്രയുടെ അല്ല. ആ അപ്പോൾ എല്ലാവർക്കും ശേഷം എന്നത് ആ നിലയിൽ വരുന്നതാണ്. നേരത്തെ അങ്ങനെ ആയിരിക്കുമോ നടന്നിരുന്നത്? അല്ല, അതോ ഇത് പ്രത്യേകിച്ച് നേരത്തെ ഇങ്ങനൊരു നടപ്പുണ്ടായിട്ടില്ലല്ലോ. എവിടെങ്കിലും പോകുന്ന കൂട്ടത്തിൽ വനവാസത്തിന് ഇവർ തമ്മിൽ ഇങ്ങനൊരു നടപ്പ് ഇല്ല. ഇത് തിരിച്ചും ആദ്യമേ അവഗണിച്ച ഒരു രീതിയാണ്. ഇത് പാഞ്ചാലിയെ അവസാനം അല്ല, ഈ ധർമ്മപുത്രരുടെ സ്വഭാവം എപ്രകാരം നിസ്സംഗമാണ്, എത്ര നിർദ്ദയമാണ്, നിർദാക്ഷിണ്യമാണ് എന്ന് നാം മനസ്സിലാക്കുന്നതിന് പറ്റിയ ഏറ്റവും ഉചിതമായ സന്ദർഭമാണിത്. കാരണം ഇവരോട് ആരോടും യാതൊരു തരത്തിലുള്ള എല്ലാ മമതാബന്ധങ്ങളും അദ്ദേഹത്തിന് ഇവരിൽ നിന്ന് ഉന്നയിക്കാൻ സാധിച്ചു. പരിചയമുള്ള ആളുകൾ എന്ന് മാത്രമേ ഉള്ളൂ. അത് പാഞ്ചാലി ആയാലും കൊള്ളാം, പാഞ്ചാലിയുടെ അമ്മയായാലും കൊള്ളാം, മറ്റ് കൂടെ വരുന്ന സഹോദരന്മാരായാലും കൊള്ളാം, ആരായാലും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത ഒരു സന്ദർഭമാണ്. നേരത്തെ പല വിട്ടുവീഴ്ചകൾക്കും അദ്ദേഹം തയ്യാറായത് രാജ്യഭരണവും ധർമാനുഷ്ഠാനവും നടക്കണം, അല്ലെങ്കിൽ ധർമാനുഷ്ഠാനത്തിൽ അധിഷ്ഠിതമായ രാജ്യഭരണം നടക്കണം. അപ്പോൾ അതിന് പലരെയും സഹകരിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം ഒന്ന് ഉൾവലിഞ്ഞു കൊടുക്കും. അവർക്ക് അങ്ങനെ ഒരു പ്രാധാന്യം ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. ഇവിടെ പ്രപഞ്ചത്തിൽ തന്നെ അദ്ദേഹം തൃണത്തെ പോലെ കണക്കാക്കിക്കൊണ്ടുള്ള പോക്കാണ് ഈ പോകുന്നത്. പിന്നെ ഇതിനകത്ത് യാതൊരു പരിഗണനയും ഉണ്ടാകില്ല ആരെ സംബന്ധിച്ചു. ഒന്ന്, പിന്നെ പഞ്ചേന്ദ്രിയങ്ങളെ അതിൻ്റെ ബാഹ്യതയിൽ നിന്ന് മനസ്സിലേക്ക് ആകർഷിച്ച് ഏകാഗ്രമാക്കുക എന്നതാണ് പാഞ്ചാലി എന്ന ആ സ്ത്രീ സങ്കല്പത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ അംശം. ഇവിടെ അന്ധകരണങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞുപോയി. ഈ മഹാപ്രസ്ഥാനം നടത്തുമ്പോൾ ഒന്നിനും പ്രാധാന്യമില്ല. കാരണം സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരത്തിന് പ്രാധാന്യമുണ്ടെങ്കിലേ സൂക്ഷ്മ ശരീരത്തിന് പ്രവർത്തിക്കേണ്ടതുള്ളൂ. ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രവർത്തന മേഖലയും ആ സൂക്ഷ്മ ശരീരം ആകർഷിച്ച് ചിട്ടപ്പെടുത്തി നിർത്തുന്നത് ആണ് പാഞ്ചാലി എന്ന ഭാര്യയുടെ അല്ലെങ്കിൽ പത്നിയുടെ ധർമ്മം. അവർക്ക് അത്തരം ഒരു ധർമ്മത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലാതെയായിരിക്കും. അപ്പോൾ അവർ പുറന്തള്ളപ്പെട്ടു. അല്ലാതെ അവർക്ക് പ്രത്യേക പരിരക്ഷയില്ല. പരിരക്ഷ ഓരോരുത്തരുടെയും പരിരക്ഷ അവരവർ തന്നെയാണ്. അപ്പോൾ അത് അവരവർ നോക്കിക്കൊള്ളൂ. യാഥാർത്ഥ്യവും അതാണ്. അന്തിമ സുഖക്കേട് വന്ന് ഒരാൾ വീഴുമ്പോൾ, അസുഖം വന്ന് വീഴുമ്പോൾ, അസുഖം വന്ന് വീണയാളാണ് ആ അസുഖത്തിൻ്റെ തിക്തഫലങ്ങളായ വേദന മുഴുവൻ അനുഭവിക്കുന്നത്. വേദനയും അതുപോലെയുള്ള യാതനയും എല്ലാം അനുഭവിക്കുന്നത് ആ വ്യക്തിയാണ്. അടുത്തുകൂടെ ആൾ നിൽപ്പുണ്ടാകും, അയാളൊന്നും അനുഭവിക്കുന്നില്ല. ഇത് കാണുമ്പോൾ ഒരു പ്രയാസം തോന്നുന്നു എന്നുള്ളതല്ലാതെ. അപ്പോൾ മനുഷ്യൻ അവനവനെ രക്ഷിച്ചാൽ രക്ഷയുണ്ട്. അല്ലാതെ ഒരു രാജാവിനോ ഒരു മഹാത്മാവിനോ ഒരു സന്യാസിക്കോ ഒരു ഋഷിക്കോ ഇത്തരം സന്ദർഭങ്ങളിൽ ആരെയും രക്ഷിക്കാൻ സാധ്യമല്ല. അവർക്കൊക്കെ വെറുതെ നോക്കി നിൽക്കാനേ സാധിക്കൂ. അപ്പോൾ പ്രകൃതിയുടെ നിർദ്ദയമായ നടപടിക്ക് ഇവരെ വിധേയമാക്കിയിരിക്കുകയാണ്. ഇവരെ മാത്രമല്ല, ലോകത്തിലെ എല്ലാ ജീവികളെയും അതിൻ്റെ കാലം വരുമ്പോൾ ഇങ്ങനെ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പ്രകൃതിയുടെ പരീക്ഷണത്തിൻ്റെ, ജീവിത പരീക്ഷണത്തിൻ്റെ എലികളായിട്ടാണ് ഇവർ ആ സമയത്ത് പോകുന്നത്. അങ്ങനെയാണ് വ്യാസൻ അവരെ സങ്കല്പിച്ചിരിക്കുന്നത്.